ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ മഹാദേവൻ ശങ്കറിന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പൊ ശങ്കറിനോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുക. എടാ മോനെ ഒന്ന് എണീക്കടാ എന്ന് പറഞ്ഞു. ആള് നല്ല ഫിറ്റാണ് കേട്ടോ. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ആള് മയങ്ങി പിന്നെയും കിടക്കുക. എടാ, ഇങ്ങനെ കുടിച്ച് 4 കാലിൽ ബോധമില്ലാതെ നടന്നച്ചാ മതിയോ എന്ന് ചോദിച്ചു. ആ പെങ്കൊച്ചിന്റെ കാര്യത്തില് ഒരു തീരുമാനം എടുക്കണ്ടേടാ, ഞാൻ ചോദിച്ചു കേട്ടില്ലേ എന്ന് ചോദിച്ചു. എടാ, നിന്റെ ഗൗരിയെ നിനക്ക് രക്ഷിക്കണ്ടേ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ആള് വേഗം ചാടി എഴുന്നേറ്റു. ആ, ചോദിച്ചു കേട്ടില്ലേ, ആ പെങ്കൊച്ചിനെ നിനക്ക് രക്ഷിക്കണ്ടേ എന്നാ ചോദിച്ചത്. ആ വേണം, എനിക്ക് എന്റെ ഗൗരിയെ രക്ഷിക്കണം അച്ഛാ. ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അച്ഛൻ എന്നെ ഒന്ന് സഹായിക്കുവോ, എന്റെ ഗൗരി ഒന്ന് രക്ഷിക്കുവോ എന്ന് ചോദിച്ചു. രക്ഷിക്കാടാ, തീർച്ചയായിട്ടും രക്ഷിക്കാന്ന് പറഞ്ഞല്ലേ. അച്ഛൻ പറഞ്ഞത് സത്യാണോ അച്ഛാ എന്ന് ചോദിച്ചു. എടാ കുട്ടിശങ്കര, നീ ധൈര്യമായിട്ടിരിക്ക. നിന്റെ ഗൗരിയുടെ കാര്യം ശരിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 പേർ കൂടി നാളെ ഒരു സ്ഥലം വരെ പോണം എന്ന് പറഞ്ഞു. ആ പോവാച്ചാ എന്ന് പറഞ്ഞു. നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം. എന്തൊട്ട് ചെയ്തിട്ടാണെങ്കിലും അച്ഛനെന്റെ ഗൗരി ഒന്ന് രക്ഷിച്ചു തന്നാ മാത്രം മതി. പക്ഷെ മോനെ, ഒരു പ്രശ്നം ഉണ്ടല്ലോടാ എന്ന് ചോദിച്ചു. എന്താച്ചാ പ്രശ്നം എന്ന് ചോദിച്ചു. അച്ഛൻ എന്താണെങ്കിലും ധൈര്യമായിട്ട് തുറന്നു പറഞ്ഞു. ഞാനത് പരിഹരിക്കാം. ഗൗരിയെ രക്ഷിക്കാൻ എന്താ പ്രശ്നം? എടാ മോനെ, അതെ, നാളെ നമുക്ക് ഒരു സ്ഥലം വരെ പോണം എന്ന് പറഞ്ഞത് അച്ഛൻ പറഞ്ഞില്ലേ ഇപ്പം? ആ പറഞ്ഞു. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. അവിടെ സ്മോൾ അടിച്ച് ലെഗ് കെട്ടി ചെന്നാലുണ്ടല്ലോ, അത് പ്രശ്നമാവും. അവര് അകത്തേക്ക് കയറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് കാണേണ്ട ആളെ നമുക്ക് കാണാനും പറ്റില്ലാത്തതുകൊണ്ടാണ് ഞാനീ പറയണത്. മോനൊരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞു. നാളെ ഒരു ദിവസത്തേക്ക് കുടിക്കരുത്. ആ ഒരാളെ കണ്ടാൽ മാത്രമല്ലേ നമുക്ക് ഗൗരിയെ രക്ഷിക്കാൻ പറ്റുള്ളൂ. അതിനിപ്പോ എന്താ മോനെ ചെയ്യാൻ പറ്റുക? അച്ഛൻ പറഞ്ഞോ, ഞാൻ എന്താ ചെയ്യേണ്ടത്? നാളത്തേക്ക് ഒറ്റ ദിവസത്തേക്ക് നീ ഇതിനൊക്കെ കുടിക്കാതിരിക്കാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിച്ചു. എന്താ പറ്റുവോടാ? അപ്പൊ വേഗം ശങ്കർ കുറച്ചേരം ആലോചിച്ചിട്ട്, അത് പിന്നെ അച്ഛാ, കുടിക്കാണ്ടിരുന്നുണ്ടല്ലോ അച്ഛാ, എന്റെ കൈയും കാലും ഒക്കെ വിറയ്ക്കാൻ തുടങ്ങും. അതായത് പ്രശ്നം. അപ്പൊ എനിക്ക് വല്ലാത്ത ചിന്തകളൊക്കെ മനസ്സിലേക്ക് കയറി വരും അച്ഛാ. പക്ഷെ എന്റെ ഗൗരിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എത്ര കൈ വിറച്ചാലും ഉണ്ടല്ലോ, തൊണ്ട എത്ര വറ്റിയാലും ഒരു തുള്ളി പോലും ഞാൻ നാളത്തെ ദിവസം കുടിക്കില്ലച്ച എന്ന് വാക്ക് കൊടുത്തു. അതെ, എന്റെ ഗൗരിക്ക് വേണ്ടിയിട്ട് നാളത്തെ ഒറ്റ ദിവസത്തേക്ക് ഞാൻ കുടിക്കില്ല. ഇത് വാക്കാ, ഈ കുട്ടിശങ്കരന്റെ വാക്കാ. മോനെ കുട്ടിശങ്കര, അച്ഛന് നിന്റെ വാക്ക് വിശ്വസിക്കാൻ പറ്റുമല്ലോ അല്ലേ? അച്ഛനാണ് സത്യം. അച്ഛന്റെ കുട്ടിശങ്കരനായി പറയണത് നാളെ ഞാൻ കുടിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ഗൗരിയെ കുറിച്ച് ഓർത്ത സങ്കടം കൊണ്ട് കുടിച്ചു പോണതാ, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല അച്ഛ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ മഹാദേവന് ഭയങ്കര സന്തോഷമായി. ആൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നാളെ ശങ്കറിനെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപോകാനാണ് പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ ശങ്കർ അതിനൊക്കെ വഴങ്ങി കേട്ടോ. അപ്പൊ ശങ്കർ സമ്മതിച്ചു, ഗൗരിക്ക് വേണ്ടിയിട്ട് എല്ലാം നിർത്താം എന്നൊക്കെ സമ്മതിച്ചു. പിന്നെ കാണുന്നത് ശ്യാമിന്റെ വീട്ടിലാണ്. അപ്പൊ നമ്മുടെ വക്കീല് വന്നിട്ടുണ്ട്, രാജേന്ദ്രൻ. അപ്പൊ രാജേന്ദ്രൻ വന്നിട്ട് അവരുമായിട്ട് സംസാരിക്കാണ്. പ്രൊഫസറും നന്ദിനി അമ്മയും എല്ലാവരും ഉണ്ട്. അച്ചടക്കത്തോട് വളർന്നു വന്നൊരു പെൺകുട്ടിയെ ആകസ്മികമായി ജീവിതം ആകെ താറുമാറായപ്പോ അവക്ക് മനസ്സ് വല്ലാതെ പകച്ചു പോയി കാണുമായിരിക്കും. അതുകൊണ്ട് നിങ്ങളെ ആരെയും കാണാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞത് കൊണ്ട് അങ്ങനെയായിരിക്കും അർത്ഥമാക്കുന്നത്. ഗൗരിക്ക് കുറച്ച് സമയം കൊടുക്ക. റിമാൻഡ് കാലാവധി കഴിയുമ്പോ ഗൗരിയെ എന്താണെങ്കിലും കോടതിയിൽ എത്തിക്കുമല്ലോ. അപ്പം നോക്കാം. രാജേന്ദ്ര, അവക്കിപ്പൊ 2 മാസമാണ്. ഈ സമയത്ത് ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, കഴിക്കേണ്ട ആഹാരങ്ങളും ഉണ്ട്. പക്ഷേങ്കില് എന്റെ മോള് ജയിലിൽ അവരതൊക്കെ ശ്രദ്ധിക്കുവോ എന്നിങ്ങനെ ചോദിക്കാണ്. അതൊക്കെ ആര് ശ്രദ്ധിക്കാനാമേ? അതൊന്നുമില്ല. ഒരുപാട് തടവ് പുള്ളികളിൽ ഒരാളെ മാത്രമായിട്ടല്ലേ നമ്മുടെ ഗൗരിയെ അവര് കാണുള്ളൂ. അല്ലാതെ എന്ത് കിട്ടാനാ രാജേന്ദ്ര? പ്രഗ്നന്റ് ആയ ഒരാൾക്ക് ജയിലില് എന്തെങ്കിലും ഒരു പരിഗണന കിട്ടില്ലേ എന്ന് ചോദിച്ചോ. തീർച്ചയായിട്ടും കിട്ടും എന്ന് പറഞ്ഞു. ആഴ്ചയിൽ ഒരു ദിവസം മെഡിക്കൽ ചെക്കപ്പ് നിർബന്ധമായിട്ടുണ്ടാവും. പിന്നെ ഡോക്ടർ നിർദ്ദേശിക്കുന്നത് പോലെ ആഹാരങ്ങൾ ജയിലിൽ നിന്ന് ഗൗരിക്ക് കൊടുക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. ജയിലിലെ കുഴപ്പക്കാരായ ആൾക്കാരുണ്ടാവോ എന്നായിരുന്നു പിന്നെ ആരതിയുടെ സംശയം. അവര് എന്റെ ചേച്ചി ഉപദ്രവിക്കോ? മോളെ, അതൊക്കെ സിനിമയിലെയും കഥയിലെയും ജയിലുകളിലല്ലാണ്ട്
അത്തരം കുഴപ്പക്കാരൊക്കെ കാണാറുള്ളൂ. അല്ലാണ്ട് യഥാർത്ഥ ജയിലില് അങ്ങനെയുള്ള ആരും തന്നെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പൊ വേണി, അതെങ്ങനെ പറയാൻ പറ്റും എന്റെ വക്കീലെ? അതെങ്ങനെയാ ശരിയാകുക? നമ്മുടെ ഗൗരിയെ ഒരു തെറ്റും ചെയ്യാതെയല്ലേ ഇപ്പൊ ജയിലിൽ പോയിരിക്കണത്. പക്ഷേ അതുപോലെ അല്ലല്ലോ ബാക്കിയുള്ള വന്നിരിക്കുന്ന അവിടെ കിടക്കുന്ന തടവുകാര്. പുറത്ത് നല്ല വമ്പൻ കുഴപ്പങ്ങൾ ഒപ്പിച്ചു വെച്ചിട്ടായിരിക്കുമല്ലോ അവരിപ്പൊ ജയിലിനുള്ളിലേക്ക് കയറിയിരിക്കുക. അപ്പൊ പിന്നെ ജയിലെത്തിയെന്ന് വെച്ച് അവരുടെ സ്വഭാവത്തിന് എങ്ങനെയാ മാറ്റം ഉണ്ടാകുക എന്ന് ചോദിച്ചു. അപ്പോ അവിടെയുള്ള കുഴപ്പക്കാരായ പെണ്ണുങ്ങള് എന്റെ മോളെ ഉപദ്രവിക്കുവോ? അങ്ങനെ ആരെയും ഉപദ്രവിക്കില്ല. അതൊക്കെ നോക്കാൻ അവിടെ ജയിൽ വാർഡന്മാരുണ്ട്. അതെ, ജയിലിനുള്ളിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഒപ്പിച്ചാൽ അവർക്ക് കടുത്ത ശിക്ഷ തന്നെ കിട്ടും എന്ന് ഇങ്ങനെ വക്കീല് പറഞ്ഞു കൊടുക്കാണ്. അപ്പൊ പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നാളെ ആദർശിന്റെ കേസ് വിളിക്കുന്ന ദിവസമാണ് എന്ന് പറഞ്ഞു. അത് ആരും മറന്നു പോണ്ട. അപ്പം എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇത്തവണ എനിക്ക് നല്ല ശുഭപ്രതീക്ഷയുണ്ട്. എന്തായാലും ആദർശിന് ജാമ്യം കിട്ടും, കാര്യങ്ങൾ പോസിറ്റീവ് ആയിരിക്കും എന്ന് വക്കീൽ ഇങ്ങനെ പറയാണ്. അപ്പം വേഗം തന്നെ വേണിക്കൊന്നും തെളിച്ചൊന്നുമില്ല. വേണിക്ക് എന്താ മോളെ ഒരു സന്തോഷമില്ലാത്തത് എന്ന് ചോദിച്ചു. ഒന്നുമില്ല വക്കീലെ. ആദർശേട്ടന് നാളെയെങ്കിലും ഒന്ന് ജാമ്യം കിട്ടിയാൽ മതിയായിരുന്നു, അത്രേ ഉള്ളൂ. ആദർശന് ജാമ്യം കിട്ടും മോളെ. അത്രയും ശക്തമായ തെളിവുകളാ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് മോള് ധൈര്യമായിട്ടിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഇവരിങ്ങനെ ഒരു ശുഭപ്രതീക്ഷയുണ്ട്. നന്ദിനി, രാജേന്ദ്രന് ചായ കൊടുത്തില്ലല്ലോ. ഞാൻ ഇപ്പൊ കൊണ്ടുവരാം എന്ന് പറഞ്ഞ നന്ദിനിയമ്മ പോവാൻ തുടങ്ങിയപ്പോ വേഗം വേണി, നന്ദിനിയമ്മേ വേണ്ട നന്ദിനിയമ്മേ, അതെ ഇപ്പൊ ഞാൻ ഇട്ടോളാട്ടോ, നന്ദിനിയമ്മ ഇവിടെ നിന്നോ, ചായ ഞാനിടാം. എല്ലാവരും അതിശയത്തോടെ വേണി ഇങ്ങനെ നോക്കുക. എന്താ എല്ലാവർക്കും ഒരു അമ്പരപ്പ് പോലെ എന്നിങ്ങനെ രാജേന്ദ്രൻ ചോദിക്കാണ്. വേണിയും നന്ദിനിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തൊട്ട് പ്രശ്നമാ വക്കീലെ? ഒരു പ്രശ്നമില്ല. അതെ എന്റെ പൊന്നു വക്കീലെ, ഇതേ പ്രൊഫസറുടെ ഭാര്യയാണ്. പിന്നെ ഞാനോ പ്രൊഫസറുടെ ഒരേ ഒരു മരുമകളും. അപ്പൊ പിന്നെ എന്ത് പ്രശ്നം ഉണ്ടാവാൻ എന്റെ വക്കീലെ എന്ന് ചോദിച്ചോ. അഭിപ്രായങ്ങൾ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞോന്നിരിക്കും. എന്ന് വെച്ച് സാധാരണ വീടുകളിലെ ഒക്കെ പോലെ ഇവിടെ അമ്മായിയമ്മ മരുമകള് പോരൊന്നുമില്ല കേട്ടോ. അല്ല നന്ദിനിയമ്മേ? അപ്പൊ നന്ദിനിക്കും ഒന്നും മനസ്സിലായില്ല, ഇതെന്നാ വേണി ഇങ്ങനെ പെരുമാറുന്നതെന്ന്. അയ്യോ, ഞാൻ അങ്ങനെ വെറുതെ ചോദിച്ചേ ഉള്ളൂ. ഞങ്ങള് തമ്മില് ഒരു പിണക്കമില്ലാന്ന് വക്കീല് മനസ്സിലായില്ലേ? മനസ്സിലായി. എന്നാ ഞാൻ ചായ എടുത്തിട്ട് വരാട്ടോ എന്ന് പറഞ്ഞ് വേണി നേരെ കിച്ചണിലേക്ക് പോവാണ്. ഇവരങ്ങനെ അതിശയത്തോടെ നന്ദിനിയമ്മയും മുത്തശ്ശിയും ഒക്കെ ഇങ്ങനെ നോക്കുകയാണ്. ഇത് പഴയ വേണി തന്നെയാണോ? അപ്പൊ നന്ദിനിയമ്മയോട് ഭയങ്കര കട്ടക്കലിപ്പായിരുന്നല്ലോ ആൾക്ക്. അപ്പൊ അത് ഓർത്തിട്ട് നന്ദിനിയമ്മ ഇങ്ങനെ ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ അപ്പൊ രാജേന്ദ്രന്റെ ചായയൊക്കെ കൊണ്ടുവന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് പ്രീതിനെയും മെഹറുവും നന്ദനെയാണ്. എന്തൊക്കെ പറഞ്ഞാലും ആകെ നാണക്കേടായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരുടെ വരവ്. കാരണം തല്ല് കിട്ടിയല്ലോ. തല്ല് കിട്ടിയ കാര്യം ജയിലിൽ മുഴുവൻ പാട്ടായി. ഇനിയിപ്പം തള്ളയായിരിക്കും മിക്കവാറും ആ ജയില് മുഴുവൻ പറഞ്ഞു നടന്നത്. അവള് കളരിയോ കരാട്ടയോ എന്തോ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളെ വീഴ്ത്താൻ പറ്റില്ലായിരുന്നു എന്ന് ഇവളുമാരിങ്ങനെ പറഞ്ഞുകൊണ്ട് വരുമ്പോഴാണ് അമ്മയും അതുപോലെ തന്നെ ഗൗരിയും കൂടി ദേണ്ട ഭക്ഷണം വാങ്ങാൻ വരുന്നത്. വരുന്നുണ്ട്. ഈശ്വരാ, മോളെ അവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വന്നാലും മോളൊന്നും മിണ്ടാൻ പോവരുതേ എന്ന് പറയണം അമ്മ. അപ്പം വേഗം എന്റെ പരമാവധി ഞാൻ സഹിച്ചില്ലേമ്മേ. അറിയാം മോളെ, പക്ഷേങ്കില് അവളുമാര് രാക്ഷസ കൂട്ടങ്ങളാ. എപ്പോഴാ എന്താ ചെയ്യാൻ പോവാന്നൊന്നും പറയാൻ പറ്റില്ലാത്തതുകൊണ്ടാ ഞാൻ ഈ പറയണത്. അപ്പൊ ഇവരിങ്ങനെ ഓപ്പോസിറ്റ് ഇങ്ങനെ വന്നപ്പോഴത്തേനും വേറെ ഗൗരിയുടെ കൈ കയറി പിടിക്കുകയാണ് ഇവള് പ്രീതി. അതെ, ഞങ്ങളെ തല്ലി വീഴ്ത്തിയ കാര്യം ജയിലിൽ മുഴുവൻ പാട്ടാക്കുന്നുണ്ടല്ലേ? മോളെ പ്രീതി, അത് മനഃപൂർവ്വം ചെയ്തതൊന്നും അല്ല. അവളോട് ക്ഷമിക്കേ. തള്ളയെ ക്ഷമിക്കാനോ? നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി. അമ്മ ഇവരോട് സംസാരിക്കണ്ട, നമുക്ക് പോവാം എന്ന് പറഞ്ഞ് ഗൗരി പോവാൻ തുടങ്ങിയപ്പോ വീണ്ടും പിടിച്ചോ. കള്ളനോട്ടെ, എന്തോ ഭാഗ്യത്തിന് ഒറ്റ തവണ നീ ജയിച്ചോ. ആ വിജയത്തില് ഒരുപാട് നീ അങ്ങോട്ട് അഹങ്കരിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ കൈ വിടിപ്പിച്ചു. അതെ, ഞങ്ങളെ ചൊരിഞ്ഞവരൊന്നും മര്യാദക്ക് ജയിൽ വിട്ട് പോയിട്ടില്ല, മനസ്സിലായോ? കാര്യം ഉറപ്പിച്ചോ? ആ കുഞ്ഞിനെ, നിന്റെ വയറ്റിൽ കിടന്ന കുഞ്ഞിനെ പ്രസവിക്കില്ല എന്ന് പറഞ്ഞു. വേണ്ട മോളെ, ഒന്നും പറയണ്ട. ഇതിന് ഞാൻ പറയണോ അമ്മേ? പറഞ്ഞേ പറ്റുള്ളൂ. അതെന്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാ എന്ന് പറഞ്ഞു. പ്രീതി, നീ ഇപ്പൊ എന്താ പറഞ്ഞത്? ഈ കുഞ്ഞിനെ ഞാൻ പ്രസവിക്കില്ലെന്നോ? അതേടി,
നിന്റെ വയറ്റി വളരുന്നതേ ചാപിളയാ, അല്ലെങ്കിൽ നീ നോക്കിക്കോ, ജീവനുള്ള അതിനോട് നിനക്ക് കിട്ടില്ല, ഞങ്ങൾ അതിന് സമ്മതിക്കില്ല. എങ്കിൽ നീ കേട്ടോ പ്രീതി, ഈ കുഞ്ഞിന്റെ അച്ഛന്റെ പേര് ശങ്കർ മഹാദേവൻ എന്നാ, പിന്നെ അമ്മയുടെ പേര് ഗൗരി ശങ്കർ. അങ്ങനെയാ, അറിയോ? എന്റെ കുഞ്ഞിനെ വടക്കുനാഥൻ കാത്തോളും. വടക്കുനാഥൻ സംരക്ഷിക്കുന്ന എന്റെ കുഞ്ഞിനെ ദ്രോഹിക്കാൻ ഈ ലോകത്ത് മറ്റാർക്കും കഴിയില്ല, മനസ്സിലായോ എന്ന് ചോദിച്ചിട്ട് ഗൗരിയും ആ അമ്മയും കൂടെ അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പൊ എന്താ ഇവളി പറഞ്ഞതിന് അർത്ഥം എന്നൊന്നും മനസ്സിലാവാതെ ഇവരിങ്ങനെ അന്തിച്ച് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് ശ്യാമിന്റെ വീട്ടിലാണ്. അപ്പൊ ആരതി എന്താ പറയാ, വേണി ഫുഡ് ഉണ്ടാക്കുന്നിടത്തേക്ക് വന്നിരിക്കുകയാണ്. വേണി ചേച്ചി, എന്താ ആരതി മോളെ എന്ന് ചോദിച്ചു. വേണി ചേച്ചി ഒന്ന് വന്നേ. എന്തിനാ പറ, ഞാൻ ആഹാരം ഉണ്ടാക്കുന്നത് നിനക്ക് കണ്ടുകൂടെ ആരതി മോളെ? തൽക്കാലം അതവിടെ വെച്ചിട്ട് ഒന്ന് വേണി ചേച്ചി വാ എന്ന് പറഞ്ഞു. ഒരു കാര്യം ഉള്ളത് കൊണ്ടല്ലേ. എന്ത് കാര്യം മോളെ ആരതി? അതെ, ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ആഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാനിതേ പട്ടിണി കിടക്കൂട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറയണത്. അപ്പൊ വേഗം തന്നെ നന്ദിനി അമ്മയും മുത്തശ്ശിയും വന്നു. ആരതിയുടെ ഒരാഗ്രഹമല്ലേ, നീ ഒന്ന് സമ്മതിച്ചു കൊടുക്കന്നെ വേണിമോളെ എന്ന് പറഞ്ഞു. അപ്പൊ ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ വേഗം മിണ്ടാതെ നന്ദിനി അമ്മയും ആരതി മുത്തശ്ശിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. അല്ല ആരതി മോളെ, എന്തുട്ടാ നിന്റെ ഉദ്ദേശം? വേറൊന്നുമല്ല, നന്ദിനി അമ്മയും വേണിമോളും തമ്മിലുള്ള പിണക്കം മാറിയ സ്ഥിതിക്ക് നമ്മൾ എല്ലാവരോടെ ചേർന്ന് ഒരു ഫാമിലി റീൽ എടുക്കുന്നു, അത്രേ ഉള്ളൂ, സിമ്പിൾ. ഫാമിലി റീലോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഒരു തേങ്ങ വേണ്ട കേട്ടോ വേണിമോളെ എന്ന് വിളിച്ചു മുത്തശ്ശി. മുത്തശ്ശി, ദേ ഈ വേണിയെ ആരോടെങ്കിലും പിണങ്ങുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ ഒരു കാരണമുണ്ടാവും, അല്ലാതെ ഞാൻ ആരോട് പിണങ്ങാറൊന്നും ഇല്ല കേട്ടോ. കാരണമില്ലാതെ വേണിക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ നന്ദിനി ഇങ്ങനെ നോക്കുകയാണ്, ഇതെന്താ വേണി ഇങ്ങനെ പറയണത്? നന്ദിനി അമ്മ എന്റെ ഏട്ടനോട് ചെയ്തത് മറന്നത് കൊണ്ടല്ല കേട്ടോ വക്കീലിന് മുന്നിൽ വെച്ച അങ്ങനെ പെരുമാറിയത്. പിന്നെ എന്ന് ചോദിച്ചു ആരതി. അത് നിനക്ക് മനസ്സിലായില്ല അല്ലെ ആരതി? എങ്കിൽ കേട്ടോ, ഈ പ്രൊഫസറുടെ കുടുംബത്തിന് ഒരു അന്തസ്സുണ്ട്. ആ അന്തസ് അത് കളയണ്ട, മറ്റൊരാളുടെ മുന്നിൽ കളയാൻ പാടില്ല എന്ന് കരുതിയത് കൊണ്ട് മാത്രമാട്ടോ ഞാൻ അങ്ങനെ പെരുമാറിയത്. വേണിയൊന്നും മറന്നിട്ടില്ല. ചേച്ചി, ചേച്ചിയോട് ഞാൻ കാര്യം പറയട്ടെ, ചേച്ചി എങ്ങനെ ഈ ആവശ്യമില്ലാത്ത വാശി കാണിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ആരതി. അപ്പൊ ആരതി, എന്റെ അമ്മ ചെയ്തത് അത്ര വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. ആരതി മിണ്ടാതിരി എന്ന് പറഞ്ഞു നന്ദിനി അമ്മ. അപ്പൊ വേഗം തന്നെ, അമ്മ എന്നെ തടയാനൊന്നും നോക്കണ്ട, പറയാനുള്ളത് ഞാൻ ആരോടാണെ പറയും. ഇതിപ്പോ കുറെ ദിവസമായല്ലോ ഇവരുടെ ഒരു ഷോ നടക്കുന്നു. ആരതി നീ നിർത്ത എന്ന് പറഞ്ഞു മുത്തശ്ശി. എന്നിട്ടും വേണി ചേച്ചിയുടെ ചേട്ടൻ എന്റെ ചേച്ചിയോട് ചെയ്തത് വെച്ച് നോക്കുമ്പോഴേ എന്റെ അമ്മ ചെയ്തതിൽ ഒരു തെറ്റും എനിക്ക് കാണാൻ പറ്റണില്ല കേട്ടോ എന്ന് പറഞ്ഞു. ഒപ്പിച്ചു വെച്ചിട്ട് ഒരു നാണം ഇല്ലാതെ കുടിച്ച് ലെക്ക് കെട്ട് വന്ന ആളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാതെ പിന്നെ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. ആരതി, നീ ഇനി ഒരു വാക്ക് സംസാരിക്കരുത് എന്ന് പറഞ്ഞു നന്ദിനിയമ്മ. ആരതി മോളെ, എന്റെ ഏട്ടനെ നന്ദിനിയമ്മ ആവശ്യത്തിൽ കൂടുതൽ കുറ്റം പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊന്നും ഞാൻ ഒരക്ഷരം മിണ്ടിയിട്ടില്ല, കാരണം അത് ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട. പക്ഷെ വിശന്ന് വന്ന എന്റെ ഏട്ടന്റെ മുന്നില് ഞാൻ കൊണ്ടുവന്ന് വെച്ച ആഹാരം ഉണ്ടല്ലോ, അത് ഒരിക്കലും നന്ദിനിയമ്മ എടുത്തു മാറ്റിയപ്പോ അതുവരെ നന്ദിനിയമ്മ എന്താ പറയാ, എന്റെ മനസ്സിലുണ്ടായിരുന്ന നന്ദിനിയമ്മയുടെ സാധനമൊക്കെ ഉണ്ടല്ലോ അത് മുഴുവൻ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഇനി ഒരിക്കലും നന്ദിനിയമ്മയ്ക്ക് ആ സ്ഥാനം ഈ വേണിയുടെ മനസ്സിൽ ഇനി ഉണ്ടാവില്ല എന്ന് തന്നെ വേണി തറപ്പിച്ച് പറഞ്ഞിട്ട് വേണി അങ്ങ് പോയി കേട്ടോ. അപ്പൊ നന്ദിനിക്ക് ഭയങ്കര സങ്കടമായി. നന്ദിനി അവിടെ നിന്ന് കരയാണ്. നന്ദിനി, അമ്മ എന്തിനാ ഇങ്ങനെ കരയുന്നത്? അവക്ക് അഹങ്കാരമാ, അവളോ ഉള്ളൊരു ഏട്ടനും എന്ന് പറഞ്ഞു ആരതി. നിർത്തടി, അവളോ? മേലിൽ ഈ പറഞ്ഞത് പറഞ്ഞോ, വേണിയോട് ബഹുമാനമില്ലാതെ സംസാരിച്ചോ അടിച്ച് നിന്റെ ചെകിട് ഞാൻ പൊട്ടിക്കും എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കാണ് വേണി പറഞ്ഞതിൽ എന്താടി ഒരു തെറ്റ് എന്ന് ചോദിച്ചു. ഒന്നുമില്ല, പ്രൊഫസർ ശ്യാമപ്രസാദിന്റെ ഭാര്യയായി ഞാൻ, അതുകൊണ്ട് സംസ്കാരവും മനുഷ്യത്വവും ഉള്ള ഒരു സ്ത്രീയാ ഞാൻ. എന്നിട്ട് ഞാൻ എന്താ കാണിച്ചത്? ഞാനാ ആ ശങ്കറിനോട്, ശത്രുക്കളോട് പോലും ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. പക്ഷെ വിശന്ന് വലഞ്ഞു വന്ന അവന്റെ മുന്നിൽ നിന്ന് ആഹാരം എടുത്തു മാറ്റുമ്പോ അവൻ എന്നെ ഒന്ന് നോക്കി. ആ നോട്ടം ഉണ്ടല്ലോ അമ്മേ, ആ മനസ്സിൽ നിന്ന്, എന്റെ മനസ്സിൽ നിന്ന് അത് പോകുന്നേയില്ല. ആ ശങ്കറിന്റെ നോട്ടം ഇപ്പോഴും എന്റെ മനസ്സിൽ നിന്ന് നിറഞ്ഞു നിൽക്കുക. എനിക്കറിയില്ല എന്താ സംഭവിക്കാന്ന്. നന്ദിനി അമ്മ ഇത് എന്നോട് ചെയ്തല്ലോ എന്നുള്ളൊരു നോട്ടമായിരുന്നു ആ നോട്ടത്തിന് ഒരർത്ഥം എന്ന് പറഞ്ഞു.
അവൻ എന്റെ മോനല്ലേ, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചാണ് നന്ദിനി കരയുന്നത് കേട്ടോ. നന്ദിനി നീ വിഷമിക്കല്ലേ എന്ന് പറഞ്ഞ മുത്തശ്ശി. അപ്പൊ മുത്തശ്ശി ഇങ്ങനെ നിൽക്കുകയാണ്. നന്ദിനി നീ വിഷമിക്കാതെ, നീ സങ്കടപ്പെടല്ലേ, അറിയാതെ നിനക്ക് അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു പോയി. അതിന്റെ പേരില് നീ അതോർത്ത് ഇങ്ങനെ മനസ്സ് വേദനിപ്പിക്കാതെ. അപ്പൊ പോട്ടെ മോളെ എന്ന് പറഞ്ഞ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ആരതി ഒന്നും മിണ്ടുന്നില്ല. ആരതി ഇന്നപ്പത്തേനും ന്യായം വേണിയുടെ ഭാഗത്ത് തന്നെയാമേ, ഒരു തെറ്റും പറയാൻ പറ്റില്ല. അവൾ എന്നോട് പിണങ്ങിയിരിക്കുന്നതില് ആർക്കും അവളോട് ഒരു ദേഷ്യവും ആവശ്യമില്ല. അത് അവൾ എന്ത് പറഞ്ഞാലും ആ മറുപടി പറഞ്ഞ് നിൽക്കണ്ട ആരും. മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞത് നീ കേട്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചു ആരതിയോട്. അപ്പൊ ആരതിയാണ് ഈ തർക്കുത്തരം പറയുന്ന ആള്. എന്നിട്ട് നന്ദിനി അമ്മ കണ്ണൊക്കെ തൂത്തി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ശങ്കറിന്റെ വീട്ടിലാണ്, ചാരങ്ങാട്ട്. അപ്പൊ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ രാധാമണിയും വക്കീലും ശേഖരനും മഹാദേവനും ഒക്കെ നിൽക്കുകയാണ് കേട്ടോ. അച്ഛ അവന് കുടിക്കാതിരിക്കാൻ പറ്റുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? അവൻ കുടിച്ച് 4 കാലിലെ പൂക്കുറ്റിയായിട്ട് ഇപ്പൊ വരും, നോക്കിക്കോ. ഡാടാ ഇല്ലടാ, അവന്റെ ഗൗരിക്ക് വേണ്ടിയിട്ട് ഇന്ന് അവൻ കുടിക്കില്ല എന്ന് പറഞ്ഞു മഹാദേവൻ. കാണാം. അല്ല മഹാദേവ സാറേ, ഇനിയിപ്പൊ അഥവാ കാല് നിലത്ത് കുത്താതെയാ വരുന്നെങ്കില് നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ചുകൂടെ നമുക്ക് അങ്ങ് കുടിപ്പിക്കാന്നേ. അതിൽ കാര്യമുണ്ടെന്നേ. ഈ ബോധം കെടുമ്പോഴേ നമുക്ക് ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടെത്തിക്കാലോ. അത് പിന്നത്തെ കാര്യമൊക്കെ അവര് നോക്കിക്കോളും. എന്താ? അപ്പോഴാണ് നമ്മുടെ ശംഖു അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. ആൾക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. ദേ ശങ്കർ വരുന്നുണ്ട് എന്ന് രാധാമണി പറഞ്ഞു. വേഗം ശങ്കർ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. മഹാദേവൻ, അച്ഛാ നമുക്ക് പോവാ. നമ്മൾ എങ്ങോട്ടാ പോണത്? ഒക്കെ പറയാടാ, ബട്ടൺസ് ഒന്ന് ശരിക്കിടാം. അപ്പൊ മഹാദേവൻ അടുത്ത് നിന്നിട്ട് എന്ന് പറഞ്ഞ മൂക്കി മണം പിടിക്കുകയാണ്. അച്ഛാ, അച്ഛൻ വെറുതെ മണം പിടിച്ച് കഷ്ടപ്പെടണ്ട കേട്ടോ. എന്തിനാ വെറുതെ കഷ്ടപ്പെടുന്നത്? ഞാനേ ഒരു തുള്ളി പോലും ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞു. അത് മതി കേട്ടോ. ശങ്കർ വാക്ക് പറഞ്ഞാല് അത് വാക്കായിരിക്കും കേട്ടോ, അതിൽ ഒരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞു. എന്നാ പിന്നെ മഹാദേവ സാറേ നമുക്കങ്ങ് ഇറങ്ങിയാലോ എന്ന് ചോദിച്ചു വക്കീല്. എന്നാ ഇറങ്ങാം അച്ഛാ, വണ്ടി ഞാൻ എടുക്കാം എന്ന് പറഞ്ഞു ശേഖരൻ. അല്ല അപ്പൊ നമ്മുടെ കൂടെ ശേഖരനും വക്കീലും വരണുണ്ടോ? അവരും വന്നോട്ടെന്ന്. വന്നോട്ടെ, എന്നാ പിന്നെ പോവാം. അപ്പൊ കമല അങ്ങോട്ട് വന്നു. കമലേട്ടത്തി, എന്നാ ഞാൻ പോയിട്ട് വരാട്ടോ. എന്റെ ഗൗരിയെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഒരാളെ കാണാൻ പോവാ. അച്ഛനെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കമലേട്ടത്തി ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. പോയിട്ട് പോവാം അച്ഛൻ, എന്നാ പോവാം. അപ്പോഴാണ് നമ്മുടെ രാധാമണി, എന്റെ സുബ്രഹ്മണ്യ സ്വാമി, ഈ ചികിത്സ കൊണ്ടെങ്കിലും എന്റെ മോനൊന്ന് രക്ഷപ്പെട്ടാ മതിയായിരുന്നു എന്നൊരു പ്രാർത്ഥന. അപ്പ ശങ്കറിന്റെ ചെവിയിലേക്ക് കയറിയിട്ടോ. ഈ അമ്മയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞ ശേഖരൻ. അപ്പ ശങ്കറിന്റെ കാര്യം പിടികിട്ടി. എന്നെ എങ്ങോട്ടാച്ചാ കൊണ്ടുപോണത് എന്ന് ചോദിച്ചു. എന്നെ വെള്ളവടിക്ക് ചികിത്സിക്കാൻ കൊണ്ടുപോകാനായിട്ട് ഇറങ്ങിയതല്ലേ? അടിപൊളി, ശരിയാക്കി തരാം മോനെ കുട്ടിശങ്കര. അത് പിന്നെ മിണ്ടരുത് എന്ന് പറഞ്ഞു. എന്തിനും ഏതിനും ചതിപ്രയോഗം മാത്രമേ ഉള്ളൂ നിങ്ങളുടെ മനസ്സിൽ അല്ലേ? കുട്ടിശങ്കര പോവാൻ തുടങ്ങിയപ്പോഴത്തേനും ശേഖരൻ കൈ പിടിച്ചു. അതെ, എനിക്കൊരു ചികിത്സയും വേണ്ട, ഒരു തേങ്ങയും വേണ്ട. ബലമായിട്ട് എന്നെ കൊണ്ടുപോകാൻ നോക്കിയാ വിവരം അറിയാം. ഇനി ബോധമില്ലാതെ കിടക്കുമ്പോ എന്നെ കൊണ്ടുപോയാൽ എനിക്ക് ബോധം വരുമ്പം ആശുപത്രി ഞാൻ കത്തിക്കും. ഞാൻ അച്ഛന് പേരുദോഷാവൂട്ടോ, പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ അച്ഛൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ പെണ്ണിനെ ഒന്ന് രക്ഷിച്ച് കാണിക്കുക. അല്ലെങ്കിൽ ഉണ്ടല്ലോ അച്ഛൻ എന്നേക്കുമായിട്ട് അച്ഛന്റെ ഈ കുട്ടിശങ്കരനെ അച്ഛൻ അങ്ങ് നഷ്ടപ്പെടും. ഈ കുട്ടിശങ്കരൻ വെറും വാക്ക് പറയാറില്ലെന്ന് അച്ഛനും അമ്മയ്ക്കും അറിയാമല്ലോ അല്ലെ എന്ന് ചോദിച്ചു. എന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ രാധാമണി സകല കാര്യങ്ങളും നശിപ്പിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അതോ ഇനിയിപ്പോ നാളത്തെ വല്ല അടിപൊളി വിശേഷമാണ് വരാനിരിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗൈൻ.